Hello friends, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടുകളിൽ വയറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വെക്കുന്ന ഇലക്ട്രിക്കൽ വെക്കുന്ന ബോക്സുകൾ, മോഡുലാർ ബോക്സുകൾ, അതായത് സ്റ്റീലിൻ്റെ ബോക്സുകൾ ഇതൊക്കെ ഉറപ്പിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോക്സ് കാര്യങ്ങളെല്ലാം തേപ്പിന് മുന്നാണ് ചെയ്യുന്നത്, നോർമൽ ലെവലിൽ തേപ്പിന് മുന്നാണ് ചെയ്യുന്നത്. അതിനുശേഷം തേച്ച് കഴിയുമ്പോൾ ക്ലിയർ ആയിട്ട് ചെയ്യണം. അതായത് അതിൻ്റെ ഗ്രൂ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്യണം. ഞാൻ നിങ്ങളെ കാണിച്ച ഈ ബോക്സ് ഇത് 8 മോഡ്യൂളിൻ്റെ ബോക്സാണ്. ഇത് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ബോക്സിൻ്റെ ആ ലെവൽ എങ്ങനെയാണോ അതേ ലെവലിൽ തന്നെയാണ് അതിൻ്റെ ആ പുറത്ത് വരുന്ന പ്ലാസ്റ്റിങ്ങും, അതായത് സിമെൻറ്റിൻ്റെയും മിക്സിങ് കാര്യങ്ങളെല്ലാം പ്ലാസ്റ്റിങ്, അതായത് തേക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഇതിന് ശേഷം ഒരു ബോക്സ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതും അങ്ങനെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഡുലാർ ടൈപ്പ് ബോക്സുകൾ ഇപ്പോൾ വരുന്ന ബോക്സുകളും അതുപോലെ മോഡുലാർ ടൈപ്പ് സ്വിച്ചുകളായതുകൊണ്ട് ഈ ബോക്സിൻ്റെ കറക്റ്റ് ലെവലിൽ തന്നെയാണ് ഇതിൻ്റെ മുകളിലുള്ള പ്ലേറ്റും, അതായത് സ്വിച്ച് ബോർഡിൻ്റെ പ്ലേറ്റും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ജസ്റ്റ് കൂടി വന്ന 2-3 mm മാത്രമേ പുറത്തേക്ക്, അല്ലെങ്കിൽ കൂടി വന്ന ഒരു 3 mm 4 mm മാത്രമേ പ്രൊജക്ഷൻ പുറത്തേക്ക് ഉണ്ടാവുള്ളൂ. പണ്ടത്തെ രീതി പോലെയല്ല, ഹൈലൻഡ് ഷീറ്റ് പോലെയല്ല, ഒരുപാട് പ്രൊജക്ഷൻ പുറത്തേക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് ഈ കാണുന്ന രീതിയിൽ തന്നെ തേച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് ഫിനിഷിങ്ങിൻ്റെ സമയത്ത് എല്ലാ വർക്കും കാര്യങ്ങളും കഴിഞ്ഞ് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്വിച്ച് ബോർഡ് ഉറപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ കുറേ വിടവുകളും ആ തേപ്പ് കറക്റ്റ് അല്ലെങ്കിൽ ഭയങ്കര വൃത്തികെട്ട ഒരു അവസ്ഥയായിരിക്കും. അല്ല വല്ലാത്തൊരു ഗ്യാപ്പും കുഴികളും കാര്യങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് നമ്മളത് ഈ പ്ലാസ്റ്റിക് ഒഴിവാക്കിയതിന് ശേഷം പ്ലാസ്റ്റിക് മാറ്റിയിട്ട് നമ്മൾ പുട്ടിയിട്ട് നികത്താമെന്ന് വിചാരിച്ചാൽ, അതായത് പെയിൻറ്റിങ്ങിൻ്റെ സമയത്ത് പുട്ടിയിട്ട് നികത്താമെന്ന് വിചാരിച്ചാൽ നീറ്റാവും. പിന്നെ എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഓൾറെഡി ഒരു സ്വിച്ച് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുന്ന സമയത്ത് ഈ ബോർഡ് അഴിക്കുന്ന സമയത്ത് ആ പുട്ടി ഉൾപ്പെടെ പുറത്തേക്ക് പൊളിഞ്ഞു വരും. ഈ പുറത്തേക്ക് പൊളിഞ്ഞു പോകുന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അതേ അവസ്ഥ തന്നെയായിരിക്കും, അതിലും ഭയങ്കര വൃത്തിയായിട്ട അവസ്ഥയായിരിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചില കളറുകൾ റയർ കളറുകളായിരിക്കും ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ ഏരിയയിലേക്ക്, അപ്പോൾ അതിൽ നിന്നുള്ള കംപ്ലീറ്റ് ഏരിയ പൊളിഞ്ഞു വരും. കണ്ടോ, ഇത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ഈ ലെവലിൽ നമ്മൾ ഒരിക്കലും തേക്കരുത്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടോ, അതിൻ്റെ ഗ്രൂ ഒന്നും ക്ലിയർ അല്ല, അതിൻ്റെ സൈഡുകളെല്ലാം ഗ്രൂ അല്ലാത്ത രീതിയിൽ ചുമ്മാ വെറുതെ ഒരു പ്ലാസ്റ്റ് ചെയ്ത് പോയേക്കാണ്. ഇതിങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലേറ്റ് ഇടുന്ന സമയത്ത് ഈ ഗ്രൂകളെല്ലാം പുറത്ത് കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു അത്യാവശ്യം മിക്ക വീടുകളിൽ തന്നെ സമയത്ത് തേക്കുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും ചെയ്തിടുക. ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഫിനിഷിങ്ങിൻ്റെ സ്റ്റേജിലാണ് നമുക്ക് ഇതിൻ്റെ ആ വൃത്തികേട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കാണുന്നത്. മിക്ക വീടുകളും തന്നെ ഇങ്ങനെയാണ് ചെയ്ത് കാണുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ വീടുകളെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ കെയർ ആയിട്ട് ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കാരണം ബോക്സ് എങ്ങനെയാണോ വെച്ചിരിക്കുന്നത് അതേ ലെവലിൽ തന്നെ അതിൻ്റെ കറക്റ്റ് ഗ്രൂ തന്നെ കറക്റ്റായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് വീട് ഫിനിഷിങ്ങിൻ്റെ സ്റ്റേജിൽ നല്ല രീതിയിൽ ഫിനിഷിംഗ് ആയിട്ട് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് നീറ്റായിട്ട്, അതായത് നമ്മൾ അത്രയും വില കൂടിയ സ്വിച്ചും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് വയ്ക്കുമ്പോൾ നീറ്റായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് ചെയ്ത് തരണം. നീറ്റായിട്ട് നമ്മൾ സ്വിച്ച് ബോർഡ് കറക്റ്റ് ചെയ്യാനും പറ്റും. പിന്നീട് നമുക്ക് ഒരു പ്രശ്നങ്ങൾ എന്തെങ്കിലും മെയിൻ്റനൻസ് വന്നാൽ തന്നെ പോലും നമുക്ക് അത് സ്വിച്ച് ബോർഡുകൾ ഇളകി വരികയോ അല്ലെങ്കിൽ അതിൻ്റെ പുറത്തുനിന്ന് ബാക്കി പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ചെറിയ കാര്യമാണ്. ഈ ചെറിയ കാര്യമൊന്ന് ശ്രദ്ധിച്ചാൽ, നമ്മുടെ തേപ്പിൻ്റെ കാര്യങ്ങൾ ഉള്ള സമയത്ത് ചെറിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ വീട്ടിൽ ഒരിക്കലും നമുക്ക് ഒരു നല്ല രീതിയിൽ തന്നെ നമ്മുടെ സ്വിച്ച് ബോർഡുകളെല്ലാം തന്നെ നീറ്റായിട്ട് ഭിത്തിയോട് ചേർന്ന് ഇരിക്കുന്ന രീതിയിൽ തന്നെ ക്ലിയർ ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്, ലൈക്ക് ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.